എഴുത്തുകാരും ചിന്തകന്മാരും ഇല്ലാതെയായിരുന്നു. അവിടെ വാർത്താ പ്രാധാന്യമുള്ളത് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക്, പിന്നെ അവരുടെ കൂടെ പോകുന്ന കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ വാർത്താ പ്രാധാന്യം. നമ്മുടെ രാജ്യവും ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ മാത്രമായ ഒരു രാജ്യമാണ്. പത്രക്കാരും മുഴുവനും ഇവരെന്തെങ്കിലും ഒരു വൃത്തികേട് പറഞ്ഞാൽ ആ വൃത്തികേട് ഏറ്റവും വലുതായി അവതരിപ്പിക്കുന്ന ഒരു നമ്മുടെ ഈ രാജ്യം ഒരു അനേകം ബോഗികൾ അടങ്ങിയിരിക്കുന്ന നീണ്ട ഒരു തീവണ്ടിയാണ് എന്നുള്ള ഒരു ഐക്യബോധം നമ്മുടെ പത്രപ്രവർത്തകർക്കും എഴുത്തുകാർക്കുമെല്ലാം ആവശ്യമാണ്. നമ്മുടെ ഈ ഒരു വണ്ടി ഇരിക്കാനുള്ള സൗകര്യവും മെത്തയുമൊക്കെ ഉണ്ടാക്കിയാൽ ഈ വലിയ യാത്ര മുഴുവനും സുഖസമ്പൂർണമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് നമ്മൾ ഈ കോഴിക്കോട്ടും മറ്റും നടക്കുന്ന വലിയ സംഭവങ്ങളുടെ റിപ്പോർട്ടുകളിലാണ് ഒരു ജനത ജീവിക്കുന്നത് എന്ന് കരുതാൻ പാടില്ല. ഈ കഥകളിലെ കഥാപാത്രങ്ങൾ പത്രങ്ങളിൽ റിപ്പോർട്ട് വരാത്ത തരത്തിലുള്ള ജീവിതമാണ്. പക്ഷേ ഈ ജീവിതമാണ് പ്രവാസികളുടെ ജീവിതത്തിലെ ആധുനിക യുവ സമൂഹമുണ്ടല്ലോ, പുതിയ തലമുറ. ആ തലമുറയുടെ ജീവിതത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ ചില വരികളാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ ശശി ഈ ബ്ലോഗൊക്കെ വിട്ടിട്ട് നാടൻ പത്രങ്ങളിൽ തന്നെ എഴുതണം എന്ന് നല്ല പേരാണ്. ശശി തെരുവുമാനത്തിലെ ലഭിക്കേണ്ടതുണ്ട്. അല്ലാതെ ശശി ചിറയൽ എന്ന് പറഞ്ഞാൽ നാണിക്കേണ്ട അതിന് കാര്യമൊന്നും. അതുകൊണ്ട് ആ പേര് വെച്ച് തന്നെ എഴുതാവുന്നതാണ്. കൈത മുള്ള് എന്ന് പറഞ്ഞ നിലയ്ക്ക് കൈതപ്പൂവിന്റെ മണമാണ് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഗന്ധങ്ങൾ. അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ ജീവിതത്തിന്റെ ഈ കൈതപ്പൂ ഗന്ധം ഇവിടെ പ്രചരിക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈ സാഹിത്യാനുഭവം എന്നുള്ള ഒരു അനശ്വരമായ അമൃതത്തിന്റെ ഒരു ചെറിയ കണിക ഇവിടെ തന്ന ഈ എഴുത്തുകാരന് എല്ലാ ആശംസകളും എന്നോടൊപ്പം നിങ്ങൾ നേരുമെന്നുള്ള വിശ്വാസത്തോടെ എന്റെ പ്രസംഗം അവസാനിക്കും.